ഗോതമ്പ് ദോശയും കൂടെ കടല ചട്നിയുമാണ് നിലക്കടല ചട്നിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഗോതമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മടുപ്പ് വരും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പറ്റും. ആ വെള്ളമൊക്കെ കറക്റ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇപ്പം ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യണം. ഗോതമ്പ് പൊടി എടുത്ത അതേ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കിതൊന്ന് മിക്സാക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് മിക്സിയുടെ ജാറിൽ എല്ലാം ഒരുപോലെ ഇത് കിട്ടുമല്ലോ, അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കട്ടയൊക്കെ കാണുമല്ലോ, അപ്പം ദോശ ഇടാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്തായിട്ടുള്ള ഗോതമ്പിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് പാത്രത്തിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും അര ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഗോതമ്പിൻ്റെ ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളൊരു ചട്നി തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഹെൽത്തിയുമാണിത്. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അര കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കാം. നിലക്കടലയിൽ നിന്ന് ചൂടാക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. 2 മുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകോ അല്ലെങ്കിൽ ഇതുപോലത്തെ പച്ചമുളകോ ഏതാണെങ്കിലും ചേർക്കാം. എരിവിന് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾ ചേർത്തോണം. ഒരു സവാള ചെറുതായി അതിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളി, മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കരിയാതെ ഒന്ന് വറുത്തെടുക്കാം. രുചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നും തേങ്ങാ ചട്നിയൊക്കെ നമുക്കൊരു മടുപ്പല്ലേ, അപ്പം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ ഇത് നിലക്കടലയൊക്കെ ആകുമ്പോൾ. ഇനി അതിലേക്ക് ഒരു കുഞ്ഞ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ രാവിലെയും വൈകിട്ടുമൊക്കെ നമുക്കിതല്ലേ ഒരു വലിയ ടെൻഷൻ, എന്താണ് തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിലെ ഡിന്നറാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് നമുക്കിതുപോലെ തയ്യാറാക്കാം. ഇനി ഇത് വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്താൽ മതിയാവും. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാം. ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് കടുക് വറക്കണം. കടുക്, മുളക്, കരിവേപ്പില അതൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരല്പം കായം കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് വറുത്ത് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ദോശ ഇട്ട് തുടങ്ങാം. കല്ല് ഒരുപാട് ചൂടാകണ്ട, ചെറിയ ചൂടൊന്നായാൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ദോശ പരത്താൻ ബുദ്ധിമുട്ടാവില്ലേ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഇത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഓരോ തവി മാവായിട്ട് ഒരു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കാം.
വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോഴാണ് ഈ കുറച്ച് ഒട്ടൽ പോലൊക്കെ നമുക്ക് വരുന്നത്. ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ കണ്ടില്ലേ, ഡ്രൈ ആയി പെട്ടെന്ന്. ആ സമയത്ത് ശകലം നെയ്യോ എണ്ണയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക്, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതിയാവും. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഇനിയും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല ഡ്രൈ, നല്ല ഉണങ്ങിയ പോലെ, നല്ല ചപ്പാത്തിയുടെ കൂട്ട് തന്നെ വരും. അങ്ങനെ മാവ് കൊണ്ട് കോരി ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ ടേസ്റ്റിൽ തയ്യാറാക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പൊങ്ങി വരുന്നുണ്ടോ? നമ്മുടെ ചപ്പാത്തിയുടെ അതേ ഒരു ടെക്സ്ചറിൽ നമുക്കിത് ദോശ ഉണ്ടാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവ് തയ്യാറാക്കാം. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഗോതമ്പ് ദോശയും കൂടെ നല്ലൊരു ഹെൽത്തി നിലക്കടല ചട്നിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.